മാത്രം മേടിച്ചോണ്ട് അവർക്ക് വേണം. ഇവിടെ കൊച്ചു ടി വി കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ പട്ടി വന്നപ്പോ ഞാൻ അവിടുത്തെ പൊടിക്കുഞ്ഞിനെ കടിക്കുമെന്ന് കേട്ടിട്ട് ഇവിടെ നോട്ടിങ്ങോട്ടാണെങ്കിൽ കറങ്ങിപ്പോയി എന്റെ കുഞ്ഞിനെ കടിക്കുന്നത്. എനിക്ക് രാത്രി കഥ അടച്ചു കഴിഞ്ഞാൽ ഒരു 10-30 പട്ടികളി ഞാൻ കൊഴുത്തത് ഞാൻ മേലെ വേസ്റ്റ് ഇടുന്നു. ആ വഴിയിൽ കഴിഞ്ഞ മാസം ഞാൻ മോളെ പട്ടി കടിച്ചു കഴിഞ്ഞതിന് ശേഷം റോഡിൽ ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ പുറത്തൂടെ പോലീസ് ജീപ്പ് പോകുന്നു. എന്നിട്ടും ആർക്കും ഒരു മൈൻഡും ഇല്ല. മഴവെള്ളം വരുമ്പോൾ മേലെ ചാലിൽ കണക്കിനാ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുന്നത്, മീൻ്റെതും എല്ലാം. അത് തിന്ന് അവസാനം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയോ. എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കാണണം, വെന്റിലേറ്ററിൻ്റെ അവസ്ഥ. ഓരോ മെഷീനും റെഡ് ലൈറ്റ് അടിക്കുമ്പോൾ എൻ്റെ പ്രാണം മേലെ കയറും. ചൂട് കുറയാതെ ഇങ്ങനെ കിടക്കുമായിരുന്നേ. അയ്യോ, തടഞ്ഞു. ഇനി ആ ശരീരത്തിന് പൈപ്പിടാൻ സ്ഥലമില്ലായിരുന്നു. എന്റെ പൊന്നുമോൾക്ക് ഇങ്ങനെ കിടക്കുമോന്ന് ഞാൻ വിളിച്ച് മെമ്പറിനോട് പറഞ്ഞപ്പോ പറയാം, പട്ടി കൊല്ലം പഞ്ചായത്തിൽ നിയമമില്ല, എന്നെ കൊല്ലം നിയമം ഉണ്ടായി പോയില്ല, എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലേ. മുറിവിന് ചുറ്റും കിടക്കുന്ന ഇഞ്ചക്ഷൻ താലൂക്കിലേ വെക്കത്തുള്ളൂ. അതെന്താ ഇവിടുത്തെ ഹെൽത്തിൽ വെച്ചാൽ ഇവിടുന്ന് 1/2 മണിക്കൂർ എടുത്തല്ലേ അവിടെ ഓടിപ്പോവാൻ, പിന്നെ 1/2 മണിക്കൂർ എടുത്ത് ടെസ്റ്റ് ഡോസ് എടുത്തിരിക്കാൻ. അതേസമയം അത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഒട്ടും താമസിപ്പിച്ചില്ല. അവളെ പട്ടി കടിച്ച് പണിക്കാർ കൊണ്ടുവന്ന് കഴുകി, ഞാൻ വന്ന് ഡ്രസ്സ് മാറി അപ്പോഴേ കൊണ്ടുപോയി. ഇവിടുന്ന് പുനലൂർ പോയ താമസം, ടെസ്റ്റ് ഡോസ് എടുത്തിരുന്ന താമസം. അവിടെ കയറി ഇഞ്ചക്ഷൻ എടുക്കാതിരുന്നപ്പോഴോ കാല് മുറിവായിട്ട് വന്ന ആ ചെറുക്കന് ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് എന്റെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. പറഞ്ഞപ്പോ പറയാ വെയിറ്റ് ചെയ്യാന്. അവിടെ ഒരു ആ ചെറുക്കന്റെ കാല് ഡ്രസ് ചെയ്തിട്ടാണ് എന്റെ കുഞ്ഞിനെ ഇഞ്ചക്ട് ചെയ്യുന്നത്. അറിയാമോ? എന്റെ നിങ്ങൾ കണ്ടില്ലല്ലോ എന്റെ കുഞ്ഞിന്റെ മുറിവ്. ഇവിടെ അവിടെ കാഷ്വാലിറ്റിയിലാ കൊണ്ടുപോയി കേട്ടോ. എന്റെ കുഞ്ഞിന്റെ വായും മൂക്കും എല്ലാം അടച്ചു വെച്ചിട്ടാ കൊണ്ട്. നീ കണ്ടായിരുന്നു വെക്കാൻ എന്റെ കുഞ്ഞ് ഇവിടുന്ന് മേലോട്ടേ ഉള്ളു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? നിയ ഫൈസൽ 7 വയസ്സായ ഒരു കുഞ്ഞ് ഇപ്പം അടുത്ത് പേപ്പട്ടി കടിച്ചിട്ട് പേപ്പട്ടി ബാധ ഏറ്റിട്ട് മരിച്ചില്ലേ? എല്ലാ ചികിത്സയും കൊടുത്തിട്ട് ആ കുഞ്ഞ് മരിച്ചില്ലേ? അതിനെക്കുറിച്ചിട്ടാണ് ആ ഒരു ഉമ്മയാണ് ഈ പറയുന്നത്. ആ കുഞ്ഞിനെ പാത്രം വാങ്ങാൻ അടുത്ത വീട്ടിലേക്ക് പാത്രം വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. അവിടെ നിന്നാണ് ഇത് കടിക്കുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ രാത്രിയായാൽ കതകടച്ച് കിടക്കുന്ന സമയത്ത് 10-30ഓളം നായ്ക്കൾ പട്ടികളൊക്കെ പരിസരത്തുണ്ടാവും. പരിസരത്ത് എന്തോ കോഴിനർത്ഥം എന്താണെന്ന് അറിയില്ല, വേസ്റ്റുകൾ കൊണ്ടുവന്നിടും. അപ്പോൾ ആ വേസ്റ്റ് തിന്നാനായിട്ട് നായ്ക്കൾ വരുന്നതാണ്. അപ്പോൾ ഈ ഇറച്ചികൾ കഴിച്ചിട്ട് ഇറച്ചിനോട് ഇഷ്ടം നായ്ക്ക് വരികയാണ്. അപ്പോൾ ഈ അവിടെ വെള്ളം ചാലൊഴുകുന്നുണ്ട്, ആ ചാലിൽ വരെ ഇഷ്ടം പോലെ വേസ്റ്റ് കൊടുത്തിടും. പോലീസ് വണ്ടി പോലും അതിൻ്റെ മേലെ കൂടെ പോയിട്ടും ആരും ഒരു ഇതും ഉണ്ടാക്കിയില്ല എന്നാണ് പറയുന്നത്. എന്താ അല്ലേ, ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല. കൊല്ലത്ത് നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. നിയ ഫൈസൽ 7 വയസ്സായ പൈതൽ. അവർ പറയുന്നത് കേട്ടില്ലേ, ഈ ഇഞ്ചക്റ്റ് എന്താ പറയുക, താലൂക്ക് ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. നമ്മളെ സാധാരണ ഒരു എന്താ പറയുക സാധാരണ ഹെൽത്ത് സെൻ്ററിലൊന്നും ഇത് വെച്ചിട്ടില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് സെൻ്ററിൽ പോയാൽ അവിടുന്ന് ഈ മരുന്ന് കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത്രയും ഒരു അധപ്പതനമായിരിക്കും നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. നായ്ക്കളെ നമ്മൾ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ, നായ്ക്കളെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷയുണ്ട്. നായ്ക്കൾ നമ്മളെ മനുഷ്യരെ കൊന്നു കഴിഞ്ഞാൽ ഒരു തക്കതായ ശിക്ഷയില്ല. നായ്ക്കൾക്ക് എതിരായിട്ട് ഒരു നടപടിയുമില്ല. നടപടി എന്ന് വെച്ചാൽ മീൻസ് ജയിലിൽ കയറ്റുക ഒന്നൊന്നല്ല, അത് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. ഒരു കുഞ്ഞിനെ കടിച്ചു കഴിഞ്ഞാൽ നായ്ക്കൾക്ക് പിന്നെയും അടുത്തുള്ള കുഞ്ഞുങ്ങളെ കടിക്കാനുള്ള ത്വരത ഉണ്ടാവില്ലേ? പേളകിയതാണെങ്കിൽ പ്രത്യേകിച്ച്. ഒരു നായ തൊട്ട മറ്റേ നായയിലും പൂച്ചയിലും ആട്ടിലും ഒക്കെ, ആടാണെങ്കിലും ആടിലും വരെ ഈ ഇതുണ്ടാവൂലേ, ഇങ്ങനെ ഉണ്ടാവൂലേ, പേളകൂലേ. അപ്പോൾ ഈ കുഞ്ഞിന് ഒരുപാട് അവർ ഇഞ്ചക്ട് ചെയ്തിരിക്കണം. പറയുന്ന ഒരു
ഇഞ്ചി പോലും ബാക്കിയില്ലാന്ന്. ഇവിടെ നിങ്ങളുടെ മാത്രം കാണുള്ളൂ. അത്രയും ചൂടിലാണ് ആ കുഞ്ഞ് കിടക്കുന്നത്. എന്താ ഒരു അവസ്ഥയാണെന്ന് നോക്കിയാൽ പൈതലിൻ്റെ. അള്ളാഹു, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാനിത് പറയാൻ കാരണം നമ്മളെ കുഞ്ഞു മക്കളെ നിങ്ങൾ നോക്കുക മാത്രം ചെയ്യുക. അല്ലാതെ ഒരു രക്ഷയില്ല. ഒരുപാട് നായ്ക്കൾ തേരാപ്പാര നടക്കുന്നുണ്ട്. കൊടുക്കുമ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ ഇങ്ങനെ നടക്കുന്ന നായ്ക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ നിങ്ങൾ ഇറച്ചിന്നൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് വേസ്റ്റാണെങ്കിൽ പോലും അത് അവർക്കത് തിന്ന് കൊഴുത്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഇറച്ചിനോട് ടേസ്റ്റും ഇഷ്ടവും ആയി കഴിഞ്ഞാലാണ് മനുഷ്യരെ കടിക്കുക. അപ്പോൾ അതിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ജീവൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയും വിഷമവും ഉണ്ടാവും. ആ ഉമ്മാൻ്റെ വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും ആ ഉമ്മാക്ക് നാളെ ആഖിറത്തേക്കുള്ള മകളായി കൂട്ടായിട്ട് കൊടുക്കട്ടെ അമ്മ പൈതലിനെ. അതുപോലെ അവർക്ക് ക്ഷമ, മരണം വരെ അവർക്ക് ക്ഷമ കൊടുക്കട്ടെ. ആലോചിച്ച് ചിന്തിച്ചിട്ട് ആകെ ഇതാവും. ക്ഷമ കൊടുക്കട്ടെ പടച്ചറപ്പ്. എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളെ മക്കളെ ശ്രദ്ധിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.